ഹലോ ഹായ്. നമ്മൾ സാധാരണ രീതിയിൽ പെൺകുട്ടികളെ പീഡിപ്പിച്ചു, അവർ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു, അവരെ പീഡിപ്പിച്ചു കൊന്നു, അല്ലെങ്കിൽ കൊലപാതകം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ കേൾക്കുക. ഇപ്പോൾ അത് ഇന്നലെ ഒരു വൈറലായിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു അച്ഛനെ മകള് അടിച്ചോടിക്കുന്ന ഒരു രംഗമാണ്, ഒരു വീഡിയോ ആണ് ഭയങ്കരമായിട്ട് സ്പ്രെഡായി എല്ലായിടത്തും ഒരു വൈറലായ ഒരവസ്ഥയെ. അതിനെ കുറിച്ചുള്ള ഒരു പ്രതികരണം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതിന്റെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു അച്ഛനെ മകളും മരുമകനും ചേർന്ന് അടിച്ചോടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അയാൾ എത്ര തോന്നിവാസിയോ, അയാൾ എത്ര കൊള്ളരുതാത്തവനോ, അയാൾ എത്ര മദ്യപാനിയോ എന്തോ ആയിക്കോട്ടെ, അയാൾ മകളുടെ വീട്ടിലേക്ക് വന്നത് ചിലപ്പോൾ മകളുടെ വീട്ടിലേക്ക് വന്ന ഫുഡിന് വേണ്ടിയിട്ട് വിശന്നിട്ട് ഭക്ഷണം കഴിക്കാനായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും, ചിലപ്പോൾ ദേഷ്യം വന്നപ്പോൾ എന്തെങ്കിലും തെറി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ മരുമകനുമായിട്ട് ചേർന്ന് മകള് ഒരു അച്ഛനെ തല്ലി ഓടിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരുപാട് പുരുഷന്മാർ കേസിന്റെ കാര്യത്തിൽ വരുന്നുണ്ട്, എന്നിട്ട് പറയാറുണ്ട് മാഡം ഇങ്ങനെയാണ്, പക്ഷേ ഇന്ന് എല്ലാവർക്കും സ്ത്രീകൾക്കല്ലേ ഇന്ന് കേസിന് മുൻപന്തി, ഇന്ന് സ്ത്രീകൾക്കല്ലേ നിയമം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാറുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ റീമയുടെ കാര്യം പറഞ്ഞ റീമ എന്ന് പറയുന്ന കുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ പറഞ്ഞു ഇവിടെ സ്ത്രീകൾക്ക് ജീവിക്കാനായിട്ട് നിവർത്തിയില്ല, സ്ത്രീകൾ എന്ന് പറയുമ്പം നമ്മളെ എന്താ പറയുക, ഞങ്ങളെ കൊല്ലാൻ ഞങ്ങൾക്ക് ആത്മഹത്യ ചെയ്താലും ഇവിടെ ആരും ചോദിക്കാനില്ല, നിയമം സ്ത്രീകളെ സംരക്ഷിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ വന്നു. പക്ഷെ അതെല്ലാം കറക്റ്റാണ്. പക്ഷെ എന്നാലും പുരുഷന്മാർ, ഒരുപാട് പീഡനം അനുഭവിക്കുന്ന പുരുഷന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. അത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളായതുകൊണ്ടാണ് ഞാനിത് പ്രതികരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കുഞ്ഞായിട്ടിരുന്ന ഒരു സമയത്ത് ഒരു ദിവസമെങ്കിലും, ഒരു സെക്കൻഡെങ്കിലും, ഒരു നിമിഷമെങ്കിലും നമ്മളെ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു പിതാവായിരിക്കാം അയാൾ. അല്ലെങ്കിൽ ചിലപ്പോൾ മദ്യപാനി ആയിരിക്കും, അയാളുടെ വീക്ക്നെസ് ആയിരിക്കാം അത് മദ്യപാനം, അല്ലെങ്കിൽ അയാൾ ഒരു തെമ്മാടി ആയിരിക്കാം. പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ അയാൾ ഏതെങ്കിലും ഒരു നിമിഷം സ്വന്തം മകളെ അല്ലെങ്കിൽ മകനെ നെഞ്ചോട് ചേർത്ത് വെച്ച ആ ഒരു സ്നേഹം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകാം. നമ്മളിന്ന് ജനിച്ചപ്പോഴും ഇത്രയും വലിയതായൊന്നും ആയില്ലല്ലോ. നമ്മളൊരു കുഞ്ഞിതാ ഇത്രയും ഒരു കൈയുടെ പാകത്തിനുള്ള ഒരു കുട്ടിയായിരുന്നു. ഈ കുഞ്ഞ് വളർന്ന് ചിലപ്പോൾ അയാൾ കളഞ്ഞിട്ട് പോയ ഒരാളാണെങ്കിൽ പറയും ഞാൻ അച്ഛനായിട്ടൊരു ബന്ധമില്ല, ഞങ്ങളെ പണ്ടേ കളഞ്ഞിട്ട് പോയ ഒരാളാണ്. പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നില്ല. അയാൾ തികഞ്ഞ മദ്യപാനിയാണ്, ഞങ്ങളെ ഉപദ്രവിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. എന്ത് ഉപദ്രവിച്ചാലും അയാൾ മോളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മോളെ എന്തായാലും അടിക്കാൻ വരുമല്ലോ. അയാളുടെ ആ മദ്യപാനം മാറ്റാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പിന്നെ അയാളെ എന്തിനാണ് അങ്ങനെ ഒരാളിനെ അടിക്കാനുള്ള അധികാരമൊക്കെ ഏത് മകനും ഏത് മകൾക്കും ഏത് അച്ഛനും ഏത് അമ്മയ്ക്കും കൊടുത്തിട്ടുണ്ട്. ആർക്കും ആരെയും ശാരീരിക ഉപദ്രവം ചെയ്യാനുള്ള നിയമമില്ല ഇന്ന് ഇന്ത്യയിൽ. അതത് മനസ്സിലാക്കുക. നിങ്ങൾ ഒരാളിനെ അടിച്ചോടിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തൊരു മോശമാണ്. സ്വന്തം പിതാവിനെയാണ്. പിന്നെ നമ്മൾ പറയും എല്ലാ പിതാക്കന്മാരൊന്നും നല്ലതല്ല. കാരണം ഒരു അഭിഭാഷകൻ, എന്നാൽ തന്നെ ഒരു അഭിഭാഷകനെ പോക്സോ കേസിലും മകളെ പീഡിപ്പിച്ചു എന്നുള്ള കേസിലകത്താക്കി. സത്യമാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട് ഭാര്യമാര് ഭർത്താക്കന്മാരെ കുരുക്കാൻ വേണ്ടിയിട്ട് കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടിയാലും പെൺകുട്ടിയാലും അവരെ പോക്സോ കേസിൽ ഉൾപ്പെടുത്തും, അല്ലെങ്കിൽ പോക്സോയിൽ കാരണം എൻ്റെ കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് തിരിപ്പിച്ച് ചെയ്യും. ഒരു സ്ത്രീയും അകത്ത് കിടന്നിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ